പരിശുദ്ധ റമദാനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം എന്താണ് റമദാൻ എന്ന് പറഞ്ഞതിന് ശേഷം റമദാനിൻ്റെ പ്രത്യേകതകളാണ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോമ്പിനെ കുറിച്ച് എന്താണ് നോമ്പ് എന്നുള്ളത് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആ നോമ്പിന് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, അതേപോലെ തന്നെ നോമ്പിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ മഹത്വങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നോമ്പ്? അല്ലാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കിയ ഏറ്റവും സുപ്രധാനമായ ഒരു ആരാധനാ കർമ്മമാണെന്ന് നാം പറഞ്ഞു. നോമ്പിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എത്രയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു കർമ്മം നിർവഹിക്കാൻ ഒരു വിശ്വാസിക്ക് കൂടുതൽ പ്രേരണ ഉണ്ടാകുക. നമ്മൾ നേരത്തെ റമദാനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ റമദാൻ്റെ മഹത്വങ്ങൾ അറിയുമ്പോഴാണ് റമദാനിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇതുപോലെ ഏതൊരു അമലും ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റെ മഹത്വവും അത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലവും മനസ്സിലാക്കുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് അത് നിർവഹിക്കാൻ കൂടുതൽ ഉത്സാഹം ഉണ്ടാകുക. അതുപോലെ തന്നെ നോമ്പിന് ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയപ്പെടേണ്ട ഒരു ഹദീസാണ് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഉമാമ റളിയല്ലാഹു അൻഹു ഖാൽ അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലെത്തി. ഫഖുൽതു, ഞാൻ റസൂലിനോട് പറഞ്ഞു, മുർനി ബി അംരിൻ ആഖുദുഹു അൻക, താങ്കൾ നിന്ന് എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം എനിക്ക് താങ്കൾ പറഞ്ഞു തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത ഒരു വലിയ നന്മ, വലിയ ഒരു ആരാധനാ കർമ്മം, അത് പ്രവാചകൻ നോമ്പിനെയാണ് അബൂ ഉമാമയുടെ മുന്നിൽ വെച്ചത്. അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു. ഓ അബൂ ഉമാമ, നീ നോമ്പിനെ മുറുകെ പിടിച്ചോ, അതിന് തുല്യമായതൊന്നും ഇല്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോമ്പിനെ ഒരു സഹാബിയുടെ മുന്നിൽ എടുത്തു വെച്ചിട്ട് പറയാണ് ലാ മിസ്ല ലഹു, അതിന് തുല്യമായ വേറൊരു അമലില്ല. ചില ഹദീസുകളിൽ ഇങ്ങനെയും കൂടി കാണാം, ലാ ഇദ്ല ലഹു, അതിന് തുല്യമായ മറ്റൊന്നില്ല. അപ്പോൾ നോമ്പ് എന്ന കർമ്മത്തിന് തുല്യമായ ഒരു അമല് വേറെ ഇല്ല എന്ന് പറയുമ്പോൾ നോമ്പ് കൊണ്ടൊരു വിശ്വാസിക്ക് സകല നന്മകളിലേക്കും മുന്നേറാൻ നോമ്പ് കാരണമാകും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് തിന്മകളിൽ നിന്നൊരു മനുഷ്യന് വിട്ടുനിൽക്കാൻ കഴിയുമ്പോഴാണ് നന്മയിലേക്ക് മുന്നേറാൻ കഴിയുക. അപ്പോൾ നോമ്പ് കൊണ്ട് നോമ്പാകുന്ന നന്മ മാത്രമല്ല, നോമ്പിലൂടെ മുഴുവൻ നന്മകളിലേക്കും അവന് മുന്നോട്ട് എത്തിച്ചേരാൻ കഴിയും. ഇനി പ്രവാചകൻ്റെ മറ്റു ചില ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, സ്വർഗത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല 8 കവാടങ്ങളെ വെച്ചിട്ടുണ്ട്. സ്വർഗത്തിന് 8 കവാടങ്ങളാണ്. അതിലൊരു കവാടത്തെ അള്ളാഹു നിശ്ചയിച്ചത് നോമ്പുകാർ പ്രവേശിക്കാൻ വേണ്ടിയാണ്. അതെ, നോമ്പെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു കവാടം. പ്രവാചകൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ, സ്വർഗത്തിലൊരു കവാടമുണ്ട്, യുഖാലു ലഹു അർ-റയ്യാൻ, ആ കവാടത്തിൻ്റെ പേര് തന്നെ റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്വാഇമൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നോമ്പുകാർ അതിലൂടെ പ്രവേശിക്കും. നോമ്പുകാർ മാത്രമേ അതിലൂടെ പ്രവേശിക്കൂ, അതല്ലാത്തവർക്ക് ആ കവാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയില്ല. പ്രവാചകൻ തുടർന്ന് പറഞ്ഞു, ലാ യദ്ഖുലു മിൻഹും അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത ഒരാളും അതിലൂടെ പ്രവേശിക്കില്ല. യുഖാലു ഐന സ്വാഇമൂൻ, അവിടെ വെച്ച് വിളിച്ച് പറയും, എവിടെ നോമ്പുകാർ? അപ്പോൾ അവർ യഖൂമൂൻ ഫയഖൂമൂൻ, എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ അവർ ഇരിക്കുകയായിരുന്നു, അവർ ഇരിക്കുകയായിരുന്നു, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അവർ ഇരിക്കുകയായിരുന്നു. അള്ളാൻ്റെ ഈ വിളി കേൾക്കുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ആളുകൾക്കിടയിൽ നിന്ന്, ജനസമക്ഷത്തിൻ്റെ ഇടയിൽ നിന്ന്, സ്വർഗത്തിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നൊരു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് അള്ളാഹു നോമ്പുകാരെ മാത്രം ഒരു വിളി, ഐന സ്വാഇമൂൻ, എവിടെ നോമ്പുകാർ? ഫയഖൂമൂൻ, അപ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കും. അതിനുശേഷം ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത ഒരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല. ഫഇദാ ദഖലു ഉഗ്ലിഖ, അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അടക്കപ്പെടും. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, പിന്നെ ഒരാൾക്കും അതിലൂടെ പ്രവേശിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നോമ്പ് പിടിച്ച ആളുകൾക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് എത്താൻ ഒരു ഡോറിനെ അള്ളാഹു സജ്ജമാക്കിയിട്ടുണ്ട്, അതാണ് റയ്യാൻ. ഇനി നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ചില ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അൻ നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ സാമ യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഒരാൾ നോമ്പ് പിടിച്ചാൽ, ഒരു ദിവസത്തെ നോമ്പിൻ്റെ കഥയാണ് ഈ പറയുന്നത്,
ഒരാൾ ഒരു ദിവസം നോമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിടിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി സബഈന ഖരീഫ, അവനെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അവൻ്റെ മുഖത്തെ അള്ളാഹു അകറ്റുമെന്ന്. ഒറ്റ നോമ്പ് കൊണ്ട് 70 വർഷത്തെ വഴിദൂരം അകറ്റും, അള്ളാഹു അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അനുഗ്രഹമാണ്. അപ്പം നോമ്പിനെ പറ്റി പ്രവാചകൻ ലാ മിസ്ല ലഹു എന്ന് പറഞ്ഞത് വെറുതെ അല്ല. 70 വർഷത്തെ വഴിദൂരം അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റുമെന്ന് പറഞ്ഞാൽ അവനും നരകവും തമ്മിൽ വലിയൊരു അകലം അല്ലാഹു ഒരു നോമ്പ് കൊണ്ടിടുമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പിടിക്കുന്ന ഓരോ നോമ്പുകളും നരകത്തിൽ നിന്ന് അകലാൻ കാരണമാകും, സ്വർഗത്തിലേക്ക് അടുക്കാനും കാരണമാകും. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നോമ്പിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മുമ്പ് റമദാനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അസ്സൗമുലി വ അന അജ്സി ബിഹി. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വാചകം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദം സന്തതികളുടെ അമലുകൾ അത് അവനുള്ളതാണ്, പക്ഷെ നോമ്പ് എനിക്കുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് ചേർത്തി പറഞ്ഞ ഒരു അമലാണ് നോമ്പ്. കാരണം അവൻ്റെ ഭക്ഷണം ഒഴിവാക്കിയത്, അവൻ്റെ ദാഹം പിടിച്ചു നിർത്തിയത്, അവൻ്റെ ദേഹേച്ഛകളെ തടഞ്ഞു വെച്ചത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അത് എനിക്കുള്ളതാണ്. ഫഇന്നഹു ലീ വ അന അജ്സി, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്.